അത് ഹാബിയത്തുന്നല ഉറൂഷി. എന്താ അർഷ്? ഇതൊക്കെ പറഞ്ഞപ്പോ കളിയാക്കണം. അള്ളാഹു ഒരു അർഷുമ്മ കുത്തിരിക്കുകയാണ്. ഒക്കാന അർഷുഹു അലൽമായി. അള്ളാന്റെ അർഷ് വെള്ളത്തും വേണം. ഒരു നല്ല ഉറച്ച സ്ഥലമൊന്നും കിട്ടിയില്ല അള്ളാഹ് അള്ളാന്റെ അർഷിട്ടിരിക്കാൻ. ഒരു ക്ലാസ് ഞാൻ അടുത്ത് കേട്ടു, ഒരു മൂല്യരുടെ ക്ലാസ്. സംഗതി ഇവിടുത്തെ നവോത്ഥാനക്കാരെ കളിയാക്കുകയാണ്. അള്ളാഹു ആകാശഭൂമികളെ അവന്റെ കയ്യിൽ 7 ആകാശങ്ങളെ 7 ഭൂമികളിൽ ചുരുട്ടി പിടിച്ചിട്ടാണ് അള്ളാഹു ആകാശഭൂമികളെ കയ്യിൽ ചുരുട്ടി പിടിച്ചു. എന്നിട്ട് ആ ചുരുട്ടി പിടിച്ചു എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് പറയുന്നത് അള്ളാഹു 7-ാം ആകാശത്ത് നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് ഈ ഉസ്താദ് ചോദിക്കാം, ഇപ്പൊ ആ അള്ള എങ്ങനെ ഇറങ്ങാന്നൊക്കെ. ആകാശഭൂമികൾ കയ്യില്, നീ 7-ാം ആകാശത്ത് നിന്ന് 1-ാം ആകാശത്തേക്ക് എങ്ങനെ ഇറങ്ങാൻ? ഉസ്താദിന്റെ ചോദ്യം നല്ല ചോദ്യമാണ്. ഞാൻ കുറെ തീർന്നു. എന്നാലും ആ മൊഴിയർക്ക് അത്രയെങ്കിലും നേരം വെളുത്തല്ലോ പുറത്തോനേന്ന്. ഈ നവോത്ഥാനക്കാരെ കളിയാക്കാണ് മൂപ്പര പ്രസംഗത്തില്. 7 ആകാശങ്ങളെയും വലത് കൈയിലും 7 ആകാശങ്ങളെ ഇടത് കൈയിലും അള്ളാഹു ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. ഇതേ അള്ളാഹു തന്നെയാണ് രാത്രിയുടെ യാമങ്ങളിൽ 7-ാം ആകാശത്തിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങുന്നും പറയണത്. അപ്പൊ അള്ള എവിടുക്കാ ഈ ഇറങ്ങണത്? ഭൂമി ആകാശം കയ്യിലാണ്, ഇനി അള്ള എവിടുക്കപ്പ ഈ ഇറങ്ങിയാണ്? ഇതിന് കയ്യിന് ഓട്ട തുളക്കിയെന്നാ മൂപ്പര ചോദ്യം. മൂപ്പര പിന്നൊരു ചോദ്യം എന്താണോ, അപ്പൊ അള്ള ഇറങ്ങിക്കൊണ്ടേ ഇരിക്കണ്ടേന്ന്. കാരണം ഇവിടെ രാത്രിയുടെ യാമാണെങ്കിൽ അമേരിക്കയിൽ ഇപ്പൊ പകല, അമേരിക്കയിൽ രാത്രിയുടെ അന്ത്യയാമം വേറൊരു സമയത്താ. അപ്പൊ അള്ളാഹ്ക്ക് കേറാൻ ഒഴിവില്ലല്ലോ. അപ്പോ ഒരു പദാർത്ഥ തലത്തിൽ ഇരിക്കുന്ന ഒരു അള്ളാഹുവിനെ സുന്നികൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ നോക്കി, അവർക്ക് പോലും അങ്ങനത്തെ ഒരു അള്ളാഹുവിനെ സങ്കല്പിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ആണ് ഇവിടുത്തെ നവോത്ഥാനക്കാരെന്ന് പറയുന്ന ആളെന്ന് ഞാൻ പറയുന്നില്ല, പേരൊന്നും പറയുന്നില്ല, അവരങ്ങനെ വിശ്വസിക്കുന്നത്. അള്ളാഹു അർദ്ധരാത്രി 12 മണിക്ക് 7-ാം ആകാശത്തിന് 1-ാം ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങുന്നു. അപ്പൊ ഇങ്ങോട്ട് മൂപ്പര് ചോദിക്കുന്ന അള്ളാഹ്ക്ക് കേറാൻ ഒഴിവുണ്ടാവില്ലാന്ന് കാരണം ഭൂമിയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇരുട്ടില്ലാത്ത അർദ്ധരാത്രി ഇല്ലാത്ത സമയം ഉണ്ടാവില്ല. ഇങ്ങനെ കറങ്ങല്ലേ. അപ്പൊ അർദ്ധരാത്രി ഭൂമിയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അപ്പോ ആ പ്രദേശത്തെ ആളുകൾക്ക് അവിടെ ഇറങ്ങേണ്ടി വരും. അപ്പൊ ചുരുക്കത്തിൽ ഭൂമിയിൽ നിന്ന് 1-ാം ആകാശത്ത് നിന്ന് അള്ളാഹ്ക്ക് കേറാൻ ഒഴിവുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, ഈ അർഷ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിലാമും ഖവാനീനുമാണ്. അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയും അള്ളാഹുവിന്റെ നിയമങ്ങളുമാണ് അള്ളാഹുവിന്റെ അർഷ് എന്ന് പറഞ്ഞാൽ. ഇതാണ് അർഷ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അർഷെന്ന് ഞാൻ പറയേണ്ട അർഷുർ റഹ്മാന്, അർഷുൻ അലീം, അങ്ങനെ ഒരുപാട് അർഷുകൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതൊക്കെ മണ്ണിട്ടിട്ടുണ്ടാവും. അതൊക്കെ ഇങ്ങക്ക് എന്നോ മണ്ണിട്ടു. ഈ അർഷ് റഹ്മാന്റെ അർഷ്, അർഷുൻ അലീം, റബ്ബുൽ അർഷ്, റബ്ബിന്റെ അർഷ്, ഇങ്ങനെ അർഷുകൾ 7 ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് മണ്ണിട്ട് പോയിക്കണമെന്ന് എനിക്കും മനസ്സിലായിക്കണു. നിങ്ങൾക്ക് പല അന്തം വിട്ട് കേൾക്കുകയാണ് എന്ന് അങ്ങനെ ഒരു അർഷുകളുണ്ടോ? ഇപ്പൊ ചുരുക്കം പറഞ്ഞ് ഞാൻ അടുത്ത ഏതെങ്കിലും ക്ലാസ്സിൽ പറഞ്ഞുതരാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, അർഷ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിലാമ്, അവന്റെ ഖവാനീൻ. ഈ പ്രപഞ്ചത്തിന്റെ നിലാമ്, വ്യവസ്ഥിതി, ഖവാനീന്, അതിന്റെ നിയമങ്ങൾ, ഇതാണ് അർഷ്. ഈ അർഷിനെ തൊട്ട് ഈ കറിയത്ത് ഹാവിയത്താണ്. അവർക്ക് അതിനെക്കുറിച്ച് ഒരന്തമില്ല. അങ്ങനത്തെ കറിയത്തിന് ഞാൻ എത്രയാണ് ഇല്ലാതാക്കി അവർക്ക് അതിനെക്കുറിച്ച് ബോധവും കൊടുത്തത്. അപ്പൊ മനസ്സിലായോ? അതാണ് വകം അയ്യിൻ കറിയത്തിൻ അഹിലക്കിനാഹ വഹിയ ലാലിമത്തുൻ വഹിയ ഹാവിയത്തുൻ അലാ ഉറൂഷിഹ. അവർ ഏത് അർഷിനെ തൊട്ടാണ് ഹാവിയത്ത്? ഈ നിലാമുൽ കൗനിനെ കുറിച്ചും ഖവാനീനുൽ കൗനിനെ കുറിച്ചും